ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഗംഗേട്ടനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് വൈജയന്തിയുടെ മുൻ കാമുകനെ, അതായത് അലീനയുടെ അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നു. അയാളുടെ പേരെന്താ, സ്ഥലം എവിടെയാ എന്നൊക്കെ. അതൊക്കെ എന്തിനാണ് നീ അന്വേഷിക്കുന്നത്? എത്രയോ വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ആ ഭാര്യമൊക്കെ നിൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ ഗംഗേട്ടൻ പറയുമ്പോൾ ബാലേന്ദ്രൻ കളിയാക്കിക്കൊണ്ട് പറയും, എൻ്റെ ഭാര്യ വൈജയന്തിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയാളെ അന്വേഷിക്കണമെന്ന്. പരിഹസിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ബാലേന്ദ്ര. ഗംഗേട്ടന് പറ്റില്ലെങ്കിൽ ഗംഗേട്ടൻ പറ, ഞാൻ വൈജയോട് ചോദിച്ചോളാം എന്ന് ബാലേന്ദ്രൻ പറയും. ഒടുവിൽ ബാലേന്ദ്രൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഗംഗേട്ടൻ അയാളുടെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുക്കും, വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്നിട്ട് ഗംഗേട്ടൻ ചോദിക്കും, നീ എന്തിനതൊക്കെ അന്വേഷിക്കുന്നത്? അപ്പോൾ ബാലേന്ദ്രൻ പറയും, അലീന വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞില്ലേ, ഇനി കുറച്ച് നാൾ അവളുടെ തന്ത ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കും, അയാൾക്കും ഉണ്ടാവില്ലേ കുടുംബം കുട്ടികളൊക്കെ, ഇനി ആ വീട്ടിലത്തെ അന്തരീക്ഷം കൂടി താറുമാറാവണോ അവളവിടെ കൊണ്ടുപോയാക്കിയിട്ട്? അപ്പോൾ ബാലേന്ദ്രൻ്റെ ദേഷ്യം വരും. എൻ്റെ സമാധാനം, എൻ്റെ കുടുംബം ഒക്കെ തകർന്നു, പെങ്ങളുടെ മുൻകാമുകൻ്റെ കുടുംബം തകർക്കരുതെന്നല്ലേ? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ഗംഗേട്ടൻ പറയും, ഞാൻ അങ്ങനെ നല്ല ഉദ്ദേശിച്ച്, ഇനി വേറൊരു കുടുംബം കൂടി നശിപ്പിക്കരുതെന്നാണ് പറയും. ബാലേന്ദ്രൻ പറയും, എനിക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അലീനയ്ക്ക് ഇത്രയും നാൾ സ്വന്തം തള്ളയുടെ അടുത്ത് നിന്ന് നീതി കിട്ടിയിട്ടില്ല, ഇനി അവളെ ജനിപ്പിച്ച് തന്തയുടെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് നോക്കട്ടെ. നീ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വൈജയന്തിക്ക് അറിയോ? ഇല്ല, എനിക്ക് അവളോടൊന്നും പറയേണ്ട ആവശ്യമില്ല, അവളിപ്പോൾ കൊല്ലപ്പള്ളിയിലല്ലേ താമസിക്കുന്നത്. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി രോഹിത്തും കൂടി ഹോട്ടലിൽ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി വരികയാണ്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, 2 രൂപ കോയിനുണ്ടോയെന്ന്. ഇല്ല എന്ന് പറയുമ്പോൾ ദാരിദ്ര്യമാണല്ലോ എന്ന് പറയും. എനിക്ക് ദാരിദ്ര്യം ഉണ്ടല്ലോ, നിനക്ക് അതുമില്ലല്ലോ എന്ന് പറയും രോഹിത്ത്. രേവതിക്കുട്ടിയുടെ ഫോണിലേക്ക് ഗ്രേസമ്മ വിളിക്കും. ഇത്രയും നേരമായിട്ട് കാണാത്തതുകൊണ്ട് അന്വേഷിച്ച് വിളിച്ചാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയും, ഞങ്ങളിപ്പോൾ വരാം, മാമച്ചൻ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയും. എല്ലാറ്റിനെയും മാറ്റി തെളിച്ചൊരു വഴിക്ക് കൊണ്ടുവരാൻ രേവതിക്കുട്ടി പറയും, ഇത് ഇത്ര നാളായിട്ട് അറിയില്ല, എത്ര നാളായി ജോലി തുടങ്ങിയിട്ട് എന്നൊക്കെ പറയും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് രോഹിത്തിനെ പിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് രേവതിക്കുട്ടി. അങ്ങനെ ഒരു ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ കുളിച്ച് റെഡിയാവുകയാണ്. അപ്പോൾ ഗോവർദ്ധനൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ഗോവർദ്ധനെ വന്ന് തട്ടി വിളിക്കും, എടോ എണീക്കടോ എന്ന് പറഞ്ഞിട്ട്. ഗോവർദ്ധന ഇന്നലെ 2 അടിച്ച് നല്ല ഉറക്കത്തിൽ പെട്ടുപോയി. അപ്പോൾ എണീറ്റ വശം ഗോവർദ്ധന വയ്ക്കും, എന്താ വല്ല വയ്യായിക ഉണ്ടോയെന്ന്. അപ്പോൾ സമയം എത്രയായി നോക്കുമ്പോൾ സമയം കുറേ ആയിരിക്കണം. അപ്പോൾ ഗോവർദ്ധനം പറയും, അയ്യോ ബാലേട്ട, ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയി എന്ന്. അപ്പോൾ എത്ര എണ്ണം അടിച്ചു? 2 അടിച്ചു, പോരാന്ന് തോന്നി ഒന്നും കൂടി അടിച്ചു, ഞാൻ വേഗം കുളിച്ച് പുറപ്പെട്ടിട്ട് വരാമെന്ന് പറയും. അതിനിടയ്ക്ക് ചോദിക്കും, കേണൽ സാർ ഇന്നലെ വന്നോ, എന്തായി എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അത് സമയമുണ്ടല്ലോ, പോണ വഴിക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, താനേ പുറപ്പെടാൻ പറയും. അടുത്തതായി കാണിക്കുന്നത് ബബിതേനെയും കൃഷ്ണേനെയാണ്. 2 പേരും മാമച്ചൻ്റെ അവിടെ തോട്ടത്തിലൊക്കെ കയറി ഓരോന്ന് കണ്ടും ആസ്വദിച്ചും തിന്നു നടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രേവതിക്കുട്ടിയും രോഹിത്തും കൂടി പേരയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിത്തിൻ്റെ മരത്തിൽ കയറിയിട്ടുണ്ട് രേവതിക്കുട്ടി. അപ്പോൾ നമ്മുടെ അലീന വന്ന് വിളിക്കും, വേയോ നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയും, നമുക്ക് കുറച്ച് ദൂരത്തേക്ക് പോകണ്ടാണ്, കൊല്ലത്തേക്ക് പോകണ്ടാണ്, വേഗം നമുക്ക് ചായ കുടിക്കാമെന്ന് പറയും. അപ്പോൾ കൃഷ്ണയാണ്ട് പേരയ്ക്ക തിന്നും. അപ്പോൾ പറയും, പല്ല് പോലും തേക്കാണ്ട് പേരയ്ക്ക തന്നെയാണെന്ന്. അപ്പോൾ കൃഷ്ണ പറയും, ഞാൻ ഇന്നലെ രാത്രി പല്ല് തേച്ചതാണെന്ന്. അപ്പോൾ എല്ലാവരും കൂടി ചായ കുടിച്ച് റെഡിയായി യാത്ര പോകാനായി തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ മാമച്ചനും ഗ്രേസമ്മയും ഇരിക്കുന്നുണ്ട്. അവരോട് രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അങ്കിളും ആൻറ്റിയും വരുന്നില്ലേന്ന്. അപ്പോൾ ഗ്രേസമ്മ പറയും, ഹാർട്ട് പേഷ്യൻ്റാണ്, ഇത്ര ദൂരമൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ മാമച്ചൻ പറയും, നിങ്ങൾ പോകുമ്പോൾ കൊച്ചിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം കേട്ടോ, കുറേ നാളായി കൊച്ചിനെ കണ്ടിട്ട്, പിന്നെ ആരൊക്കെ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും സമ്മതിക്കണ്ട കേട്ടോ, നമുക്ക് പിന്നെ കൊച്ചിനെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ അരീന പറയും, അതൊന്നും കഴക്കൂട്ടത്തുള്ളൊരു സിസ്റ്ററോട് ചോദിക്കാണ്ട് അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല, ആ സിസ്റ്ററിനാണ് അവളുടെ ഉത്തരവാദിത്തമൊക്കെ, അതൊക്കെ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചോളാം എന്ന് പറയും. അപ്പം എന്നിട്ട് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ഗ്രേസമ്മേനെ കെട്ടിപ്പിടിച്ചൊരു ബാലേന്ദ്രൻ ചോദിക്കും, ഇന്നലത്തെ തൻ്റെ കെട്ടൊക്കെ പോയി എന്ന്. അപ്പോൾ പറയും, അത് തണുത്ത വെള്ളത്തിലൊരു കുളിച്ചപ്പോൾ ഒക്കെ പോയി, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഇനിയാണ് നമ്മൾ ഭൂതത്തിൻ്റെ യഥാർത്ഥ ഉത്ഭവസ്ഥാനത്ത്. ഇന്നലെ കേണൽ സാർ എന്താ പറഞ്ഞു ചോദിക്കും. അപ്പോൾ പറയും, കേണൽ സാറല്ലേ ഈ ഭൂതത്തിൻ്റെ താക്കോല്,
അപ്പോൾ ഗോവർദ്ധൻ പറയും എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയും. അപ്പോൾ പറയും തനിക്ക് ഈ യാത്രയുടെ അവസാനം ഞാനൊക്കെ പറഞ്ഞു തരാം. അലീനയോട് അങ്ങനെ അവർ യാത്ര തുടരും. പിന്നീട് കാണിക്കുന്നത് രേവതികുട്ടി അലീന രോഹിത്തും എല്ലാവരും കൂടി ചെന്നിക്കുട്ടിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട് അലീന ചേച്ചി ഇത് തന്നെയല്ലേ വഴിയെന്ന്. അപ്പോൾ രേവതികുട്ടിയാണ് ഇത്ര നേരം വഴി പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ആൾ ചോദിക്കും ഞാനല്ലേ ഇത്ര നേരം വഴി പറഞ്ഞെന്ന്, പിന്നെ എന്തൊരു സംശയമെന്ന്. അപ്പോൾ രോഹിത്ത് പറയും വഴി തെറ്റണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചാന്ന് പറയും. അപ്പോൾ രേവതികുട്ടി പറയുന്നുണ്ട് ഇതുവരെ വഴി തെറ്റാത്ത ഒരാൾ ആ ഹരിമോൻ എല്ലായിടത്തേക്കും കറക്റ്റ് വഴി എന്നെ കൊണ്ടുപോയത് എന്ന് പറയും. അപ്പം രോഹിത്ത് പറയും അലീന ചേച്ചി ഇതിനോടൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറയും. അപ്പം അലീന പറയും എൻ്റെ രോഹിത്തെ നീ ഒന്നും മിണ്ടാണ്ടിരുന്നാൽ മതി, അവൾ കേൾക്കണത് ചെവി കൊള്ളണ്ട, അപ്പോൾ അവൾ തന്നെ നാണം കെട്ട് നിർത്തിക്കോളുന്നു. അപ്പോൾ രോഹിത്ത് പറയും ഇതിന് നാണം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നണില്ല എന്ന്. അപ്പോൾ രേവതികുട്ടി പറയും ഇല്ല തന്നെ വിചാരിച്ചോ. അവസാനം എത്തേണ്ട സ്ഥലത്തെത്തും. അപ്പം രേവതികുട്ടി പറയും ഞാൻ ഒരാളെയും വഴി തെറ്റിക്കില്ല എന്ന് മനസ്സിലായില്ലേ, കറക്റ്റ് സ്ഥലത്ത് തന്നെയല്ലേ എത്തിയത്.